കൊച്ചിയിൽ ലഹരിക്കടിമയായ 12 വയസ്സുകാരൻ 10 വയസ്സുകാരിയായ സഹോദരിക്ക് MDMA എന്ന മാരക ലഹരി നൽകിയെന്ന വാർത്തയാണ് വരുന്നത്. 2024 മാത്രം 24,517 പേരാണ് ലഹരി കേസുകളിൽ അറസ്റ്റിലായിട്ടുള്ളത്. മണർകാട് 4 വയസ്സുകാരൻ സ്കൂളിൽ നിന്ന് കഴിച്ച ചോക്ലേറ്റിൽ ലഹരിയുടെ അംശമുണ്ടായിരുന്നതായി പരാതി. ആ പണമെടുത്ത രീതിയും ഒക്കെ വളരെ ബുദ്ധിയോടെയാണ്. അത് ഡിജിറ്റൽ പേന ഉപയോഗിച്ച് അതിൽ പരിശോധിക്കുകയും അച്ഛനതിൻ്റെ നമ്പറുകൾ മാറ്റുമ്പോൾ വാങ്ങിയാണ് അത് കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കര വയലൻ്റ് ആയി. അപ്പോൾ ഞാൻ ആ ഒറ്റ ഡ്രസ്സോട് കൂടിയിട്ട് എൻ്റെ ജീവനും കൊണ്ട് ഞാൻ ഓടി. ഇന്ന് സ്കൂൾ വിട്ടുകഴിഞ്ഞാൽ നാം സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ച, റോഡിനിരുവശവും സ്കൂൾ യൂണിഫോമിലുള്ള കുട്ടികൾ ഒരു പരിചയമില്ലാത്ത ആളുകളുടെ ബൈക്കിനും കാറിനും പോലും ഇങ്ങനെ കൈകാണും. നോക്കൂ, ഇത് കൊണ്ടു ചെന്നെത്തിക്കുന്നത് എത്ര വലിയ വിപത്തിലേക്കാണ്. ഒന്നവിടം വരെ നോക്കി കയറടാ. ആ അതെന്താ സ്കൂൾ വിട്ടിട്ട് ഇത്ര ലേറ്റ് ആയതെന്തേ? ട്യൂഷൻ ഉണ്ടായിരുന്നു. ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ ലേറ്റ് ആയി. സ്കൂളിൽ തന്നെയാണോ ട്യൂഷൻ? അല്ല, വേറെ സ്ഥലത്തോ. ശരി. എന്താ ചൂടില്ലേ? ആ നമുക്ക് എന്തെങ്കിലും കുടിച്ചാലോ? എനിക്ക് വേണ്ട. ഏതായാലും എന്തെങ്കിലും കുടിക്കാൻ വേണ്ട. ഹലോ. അംസോ എവിടെ കാണില്ലല്ലോ? ഒരു മിനിറ്റാ, ഒരു ഇത് നോട്ടെ അവനക്ക് വെള്ളത്തിൻ്റെ. ഉണ്ടോ വേറെന്തൊക്കെ? നല്ലത്, നല്ല കാണില്ലല്ലോ ഇവിടെ. എന്നാ ശരി, ഓക്കെ. ഇത് ഒരുപാട് കുട്ടികളുണ്ടല്ലേ ദേവദാറില്? ഞാൻ വരുന്ന വഴിയിൽ കണ്ട് കുറേ കുട്ടികളുണ്ട്. ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ സ്കൂളാണ് ദേവദാർ. 5000 കുട്ടികൾ വരെ ഉണ്ട്. 5000 കുട്ടികളാ? ഭയങ്കര സ്കൂളല്ലേ. എക്സാം ഒക്കെ കഴിഞ്ഞാ? വീട്ടിലാരൊക്കെ ഉണ്ട്?
അതെ ഞങ്ങള് വണ്ടിയായിട്ടേ അവിടുന്ന് ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വണ്ടിയായിട്ട് വരായിരുന്നു. ആ സമയത്ത് അല്ലല്ല ആ കുട്ടിക്ക് ഞാൻ ലിഫ്റ്റ് കൊടുത്തതാണ്. ഞാൻ ലിഫ്റ്റ് കൊടുത്തപ്പോഴേ അവന് സംഭവിച്ചതാണ്. ഞാൻ ഒന്നും കൊടുത്തില്ല. അല്ല അവനക്ക് ലിഫ്റ്റ് കൊടുത്ത സമയത്ത് എനിക്കറിയില്ല. എനിക്കറിയില്ല. ഹലോ ജാഫർ സാറേ, നിങ്ങളെ വീട്ടിൻ്റെ അടുത്തൊരു ചെറിയൊരു ആക്സിഡന്റ്, പെട്ടെന്ന് വരുമോ? പെട്ടെന്ന് വരും ജാഫർ സാറേ, പെട്ടെന്ന് വരും. ആ ജാഫർ സാർ എത്തി. ഓക്കെ. എന്ത് പ്രശ്നം? ചെറിയൊരു ആക്സിഡന്റ്. എന്താ ചോദിക്കുന്നത്? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അവൻ എന്റെ കൂടെ ലിഫ്റ്റിൽ കയറിയാണ്. ഞാൻ ലിഫ്റ്റ് ചെയ്താണ്. ഞാൻ അവന് മിനിറ്റ് നിക്ക്. നമസ്കാരം സാർ. ആ ജാഫറാണ്. ഇവിടെ നമ്മൾ ഒഴൂർ റോട്ടിൽ ചെറിയ പ്രശ്നമുണ്ട്. ആൾക്കാരൊക്കെ ഇവിടെ കൂടിയുണ്ട്. ആ സാറ് ഒന്ന് ജീപ്പില്ലേ സാറ് ബൈക്ക് കൊണ്ടൊന്ന് വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യണം. ഒരാളെ പിടിച്ചിട്ടുണ്ട്, ഒരു സ്കൂൾ പയ്യനാണ്. ആയിക്കോട്ടെ, സാറ് വരുന്നുണ്ട്, നമുക്ക് തീരുമാനമാക്കാം. കുറച്ച് വെള്ളം തരും. വെള്ളം കുടിപ്പിക്കാനാ ശരിയാക്കി തരാം. സാറ് വരുന്നുണ്ട്. സാർ ഇപ്പം വരും. എന്തായാലും 10 മിനിറ്റ് എടുക്കല്ലോ സ്റ്റേഷൻ വരെ. കുറെ കാലമായില്ല ഇത് തുടങ്ങിയിട്ടില്ലേ? ഞാൻ ഒന്നും ചെയ്തില്ല സാറേ. എന്റെ മുഖത്ത് എഴുതിയിട്ടുണ്ടോ? ചേട്ടാ എസ് ഐ നമ്മള് നാട്ടിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് എസ് ഐ വരുന്നുണ്ട്. ഇല്ല ഞാൻ സാറേ ഇതാണ് ആള്. ഈ കുട്ടീനെ കൊണ്ട് ഇവിടെ കറങ്ങിയിട്ട് ഇവിടെ വീണ് നാട്ടുകാരാണ് ഇവിടെ ഓടിക്കൂടി എന്നെ വിളിച്ചത്. ഞാൻ സാറേ ലിഫ്റ്റ് സംഭവിച്ച കുട്ടി ഇതാ ഒരു ഞാൻ വണ്ടിയിൽ ഇങ്ങനെ ലിഫ്റ്റ് കൊടുത്തതാണ്. അതിന്റെ കൈ കട്ടിയതാണ്. കൈ എന്താ പുറത്തിക്കിട്ടില്ലേ? ഒരു പാക്കറ്റ് പുറത്തിക്കിട്ടില്ലേ? ഒന്നും വേണ്ട, ഒന്നും വരണം. നമ്മൾ ഒഴിവ് റോട്ടിലാണ് വരുന്നത്. ചെറിയൊരു പ്രശ്നം കുട്ടി, ചെറിയൊരു പ്രശ്നം. വേഗം വരും. ബാഗിലൊന്നുമില്ല സാറേ. ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്. എവിടെയാ സ്ഥലം? ഇങ്ങോട്ട് മാറിക്കടാ. എവിടെയാണ് സ്ഥലം? പോയാണ് സാറേ. ഇതിന്റെ കയ്യിൽ നിന്ന് ഒരു പാക്കറ്റ് ഇട്ടില്ല. അതോടെ ഒന്നാം എടുത്ത് വെച്ചിട്ടുണ്ടോ അവിടെ? പേരെന്താ? ഹംസു. ഹംസു എന്ന് പേര്. എന്താ കയ്യിൽ നിന്ന് കിട്ടിയ സാധനം ഇവിടെ? ഒരു ക്രിസ്റ്റലാണ്, ഒരു കല്ലുമായിട്ടുള്ള സാധനം. ഈ ബാഗ് ഒന്ന് പരിശോധിക്കണം. എന്താടാ എന്താ നീ വെച്ചിരിക്കണേ? പറയണേ എവിടെ വെച്ചിരുന്നേ? എടുത്തോളൂ, സാധനം എടുക്ക്. കുറെ പ്ലാസ്റ്റിക് ബാഗ് ഉണ്ടോ സാറേ? ഒന്നുമില്ല സാറേ. ഇതെന്താ സാറേ? ഇതെന്താ സാധനം? MDM
കുട്ടികൾക്ക് കൊടുത്തിട്ട് ആ കുട്ടീനെ ഹോസ്പിറ്റലിൽ എത്തിക്കണ്ട പെട്ടെന്ന്. ആംബുലൻസ് വരുന്നുണ്ടോ? ഇന്നേ പറയാനുള്ളൂ, ഒരു കുട്ടികൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇതുപോലത്തെ ബൈക്ക് വരുമ്പോൾ അതിൻ്റെ മുകളിൽ കയറാതിരിക്കുക. ബാക്കി ജാഫ്രലി ഒന്ന് ചെറിയൊരു ടെസ്റ്റ് കൊടുക്കും. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പാരൻസിനോടും പറയാനുള്ള ഒരു കാര്യം, നമ്മളെ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മൾ പിന്നെ അവരോട് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതും പറയണം. കണ്ണി കണ്ട ആൾക്കാർക്ക് ബൈക്കിന് കൈയാണിച്ച് കയറിപ്പോയി കഴിഞ്ഞാൽ അതിൽ പല ആൾക്കാരും MDMA പോലെയുള്ള സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ കാരിയർമാരായിരിക്കും. എല്ലാവരും അങ്ങനെയാണെന്നില്ല, പലരും. അപ്പം നിങ്ങളുടെ മക്കളെ നിങ്ങൾ വണ്ടിയിൽ കയറ്റി വിടുമ്പോൾ വഴിയിൽ ബൈക്കിന് കൈ കാണിക്കുമ്പോൾ ഏത് തരത്തിലുള്ള കോൺസിക്വൻസും സംഭവിക്കാൻ സാധ്യതയുണ്ട്. രക്ഷിതാക്കൾ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ കുറച്ചും കൂടെ ബോധവാന്മാരാണോ? ഓക്കെ, താങ്ക് യു. അതെ 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 അതെപ്പോഴും ശ്രദ്ധിക്കാം. രക്ഷിതാക്കൾ സ്കൂളിൽ നിന്ന് വന്നാൽ കുട്ടികളൊന്ന് സംരക്ഷിക്കുക, അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കുക. അതൊക്കെ പോലീസിന് വിവരം അറിയിക്കുക അങ്ങനെ എന്തുണ്ടെങ്കിൽ. ഓക്കെ ഓക്കെ, ഞാൻ ഞങ്ങൾ പോട്ടോ. വാ, വരൂ. താങ്ക് യു ശരിട്ടാ, നന്ദി.